നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കത്രിക്ക വെച്ച് ഒരു മസാലയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കത്രിക്ക മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ കത്രിക്ക മസാല തയ്യാറാക്കാനുള്ള നമ്മുടെ പാൻ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. നമ്മുടെ പെരിഞ്ജീരകം ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് 50 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 50 ഗ്രാം വെളുത്തുള്ളി നമുക്ക് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കാം. നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി ഒന്ന് മൂത്ത് വരണം. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ സവോള നന്നായി ഒന്ന് വാടി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്താണ് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി സവോളയും നന്നായി വാടി വരണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് ഷോർട്ടായി നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡറാണ്. നമുക്ക് നന്നായിട്ട് നമ്മുടെ മസാലയെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മസാല 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായി മൂത്ത് പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഒന്ന് ലൂസാക്കി എടുക്കാനാണ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മസാലയൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് നന്നായി മസാലയിൽ ഉപ്പ് എല്ലായിടത്തും ചെല്ലുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുക. ഇനി നമ്മളിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന 3 കത്രിക്ക ചെറിയ പീസുകളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി മസാലയുമായി ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മുടെ കത്രിക്ക. നമ്മുടെ കത്രിക്ക മസാലയുമായിട്ട് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി നമ്മുടെ കത്രിക്കയിലെ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കത്രിക്ക ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കിയ ശേഷം മൂടി വെച്ച് ഏകദേശം ഒരു 8 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കത്രിക്കയൊക്കെ നന്നായി വെന്ത് വരണം. അങ്ങനെ നമ്മുടെ കത്രിക്ക മസാല ഏകദേശം 8 മിനിറ്റോളം നന്നായി ഇരുന്ന് കുക്കായി വന്നിട്ടുണ്ട്. കത്രിക്കയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. നല്ല ഫ്ലേവറാണ് വരുന്നത് കത്രിക്കയുടെ. അപ്പോൾ ചപ്പാത്തിയോടെല്ലാം കൂട്ടാൻ പറ്റിയൊരു മസാലയാണ് കത്രിക്ക മസാല. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കത്രിക്കയിലെ ഗ്രേവിയിലുള്ള ജലാംശം എല്ലാം പറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കത്രിക്ക മസാലയിലെ ജലാംശം എല്ലാം നന്നായി വറ്റി നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മസാലയിലെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
അങ്ങനെ നമ്മുടെ അതിരുചിയായ നമ്മുടെ കത്രിക്ക മസാല റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കത്രിക്ക മസാലയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.